പിസിഒഎസ് മാറി പിഎംഒസ് ആയിട്ടും കൂടി ഇപ്പോഴും വർക്കൗട്ട് സ്ട്രെങ്തനിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സ്ത്രീകൾക്കുള്ളതാണോ, പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ലേ? സ്ത്രീകൾക്ക് വീട്ടിലെ ജോലി തന്നെ ധാരാളമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഹാർഡ് വർക്ക്സ് മാറി സ്മാർട്ട് വർക്ക്സ് ആയ സമയത്ത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ 20s നിൽക്കുന്ന 5ൽ 1 സ്ത്രീക്ക് പിഎംഒസിന്റെ പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള സ്ട്രെങ്തനിങ്ങും എക്സസൈസും കൊണ്ടുപോകുന്നതിലൂടെ അവരുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും ഹോർമോണൽ ഇംബാലൻസിനെ മറികടക്കാനായിട്ട് സാധിക്കും. ഇനി 30s കാര്യം നോക്കുകയാണെങ്കിൽ പ്രസവശേഷമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് തുടങ്ങി ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയിൽ നിന്നും പലതരത്തിലുള്ള ജോയിന്റ് വേദനകളും വാതലക്ഷണങ്ങളും ഇവരിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളിൽ സ്ട്രെങ്ത് ട്രെയിനിങ് വഴി സന്ധികളെ സംരക്ഷിക്കുവാനും ശരീരത്തിന്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ടും സാധിക്കും. 40-50 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഇന്ത്യയിലെ 30% സ്ത്രീകളിലും ഓസ്റ്റിയോപോറോസിസ് കണ്ടുവരുന്നുണ്ട്. ഇതിൽ തന്നെ മെനോപോസിനോടനുബന്ധിച്ചിട്ട് വരുന്ന സന്ധികളിലും പേശികളിലും ഉണ്ടാകുന്ന ബലക്ഷയങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. 60 വയസ്സ് കഴിഞ്ഞാലുണ്ടാകുന്ന വീഴ്ചകളും ഒടിവുകളുമാണ് പലരുടെയും ആരോഗ്യത്തെ മോശമാക്കുന്നത്. നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെങ്തനിങ് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മറികടക്കാൻ സാധിക്കും. ഇനി 70-കാരിൽ ഉണ്ടാവുന്ന ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തെ മറികടക്കാനായിട്ട് ആഴ്ചയിൽ 2 തവണ എന്ന രീതിയിൽ 6 മാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2 തവണ വീതം 6 മാസം വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ നമ്മുടെ ഓർമ്മശക്തിയെയും കോൺസെൻട്രേഷനെയും വലിയ രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും.